ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ചേട്ടൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? നോക്കൂ, തൃപ്പൂണിത്തുറ ഒരു സാറ്റലൈറ്റ് സിറ്റി. എറണാകുളത്തിൻ്റെ വികസനങ്ങൾ സത്യത്തിൽ ഒരു പരിധി പോലും എത്താത്ത ഒരു സിറ്റിയാണ്. എറണാകുളത്തേക്കാൾ വാഹനപ്പെരുപ്പവും അതുപോലെ തന്നെ ബ്ലോക്കും തൃപ്പൂണിത്തുറയാണ്. ഒരു 40 വർഷമായിട്ട് പല റോഡുകളും വികസിച്ചിട്ടില്ല. റോഡുകൾ മാത്രമല്ല, ഇൻഡസ്ട്രി പിന്നെ യു കനോട്ട് കോൾ ഇറ്റ്. കാരണം തൊട്ടപ്പുറത്ത് ഉണ്ടെങ്കിലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല 100 പേർക്ക് ഒരു ജോലിയുള്ള ഒരു സ്ഥാപനം ഉണ്ടാവില്ല. പല ഭീമ പോലുള്ള വല്ല ടെക്സ്റ്റൈൽസോ അല്ലെ ജ്വല്ലറി വല്ലതും ഉണ്ടായേക്കാം. ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഇല്ല, ഒരു അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇല്ല. ദെൻ ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉദയംപേരൂരോ അതേപോലെ കുമ്പളം, നെട്ടൂര് ഇത്തരം ഏരിയയൊക്കെ നല്ല ദാരിദ്ര്യമുള്ള, ഈ തൃപ്പൂണിത്തുറയുടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ പച്ചപ്പൊന്നുമല്ല, ശരിക്കും നല്ലോണം ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യമുള്ള ഒരു മേഖല. ഇപ്പോൾ അടുത്ത ദിവസം ഞാനൊരു മരിച്ച വീട്ടിൽ പോയിരുന്നു. ഒറ്റയടി പാതയിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കണം ആ വീട്ടിലേക്ക്. അതിദരിദ്രമായ വീടുകൾ. ഇതെല്ലാം ഈ തൃപ്പൂണിത്തുറയുടെ തന്നെ ഭാഗമാണ്. അല്ലാണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ ഈ ടൗണിലെ ഒരു ഇത് മാത്രം കാണരുത്. അവിടെയെങ്കിലും ഒരു വികസനമില്ല. അവരെ തൊട്ട് മുമ്പിൽ പുഴയുണ്ട്, പക്ഷേ അവർ പറയുന്നത് 6 മാസം ആ പുഴയിൽ മത്സ്യം ഇട്ട് വളർത്താൻ പോലും പറ്റില്ല. അത്രയേറെ കെമിക്കൽ ഇതുള്ള പൊല്യൂഷനുള്ള പുഴ. ഒരു മത്സ്യം പിടിച്ചാൽ ജീവിച്ചിരുന്നത്. അപ്പോൾ 6 മാസം പൂർണ്ണമായ വെറുതി. അവിടെ വലിയ കേജ് ഫാമിങ്ങിനൊക്കെ ഉള്ളതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തവളക്കുഞ്ഞു പോലും വളരില്ല. അപ്പോൾ പുഴകൾ നശിഞ്ഞു, കൃഷിയിടങ്ങളില്ല, അവർക്ക് ഫാക്ടറികളോ ഇൻഡസ്ട്രി സ്ഥാപനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വികസനം ഒട്ടും എത്തിയിട്ടില്ല. റോഡ് ഒന്നും വികസിച്ചിട്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചിട്ടില്ല. അപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു ടോട്ടൽ ഈ എറണാകുളത്തിൻ്റെ സാറ്റലൈറ്റ് സിറ്റി എന്നതിന് അപ്പുറം ഒരു മറ്റു പല കൾച്ചറുമുണ്ട്. എന്നാൽ അത് ടൂറിസം വികസനത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് ദ കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയോടൊപ്പമോ ഫോർട്ട് കൊച്ചിയേക്കാൾ കൂടുതലോ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലവും കൂടിയാണ്. പക്ഷേ അതും വിൽക്കപ്പെടുന്നില്ല, ടൂറിസവും വികസിക്കുന്നില്ല. ഇപ്പം മ്യൂസിയം ആയാലും ഒക്കെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി.